ഞാനായിട്ട് ആരുടെയും ജീവിതം നശിപ്പിക്കുന്നില്ല. അവളെ കണ്ടപ്പോൾ, ആ കലങ്ങിയ കണ്ണ് കണ്ടപ്പോൾ അവളെനിക്ക് വെറുമൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല എന്നൊരു തോന്നൽ. അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്നൊരു തോന്നൽ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ മാധവ് കോള് കട്ട് ചെയ്തുകൊണ്ട് സ്റ്റിയറിങ്ങിൽ തല മുട്ടിച്ചു കിടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് തീർത്ഥയുടെ മുഖമായിരുന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ബെഡിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്ന ആർദ്ര തലയുയർത്തി നോക്കി. അവൾ പ്രതീക്ഷിച്ചത് മാധവിനെ ആയിരുന്നെങ്കിലും കയറി വന്നത് പാർവതിയായിരുന്നു. അവൾ ഈർഷ്യയോടെ മുഖം തലയിണയിലേക്ക് തന്നെ പൂഴ്ത്തി. മോളെ, ഇതൊന്ന് കുടിച്ചു നോക്ക്. ദഹനക്കേടിൻ്റെ ആണെങ്കിൽ മാറും. ബെഡിനരികിലെത്തിയ പാർവതി കയ്യിൽ ചെറിയ ചില്ലു ഗ്ലാസ്സിലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നീര് അവൾക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട, കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ മാറും. ഞായറാഴ്ചയിലേക്ക് വേണ്ട കാര്യം അവൾ ഇപ്പോൾ തന്നെ തുടങ്ങി വെച്ചു. അതിൻ്റെ ആദ്യപടിയായി വയറുവേദന അഭിനയിച്ചു തുടങ്ങി. എന്നാലും ഇത് കുടിച്ചോ മോളെ, വയറിന് നല്ലതാണ്, പാർവതി വീണ്ടും നിർബന്ധിച്ചു. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആർദ്രയുടെ ശബ്ദമുയർന്നു. പാർവതിയിൽ അത് വല്ലായ്മയുണ്ടാക്കി. അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മാധവ് റൂമിലേക്ക് കയറി വന്നത്. എന്താ അമ്മേ? പതിവില്ലാതെ അമ്മയെ ആ സമയം റൂമിൽ കണ്ടപ്പോൾ അവൻ ചോദിച്ചു. ആർദ്രമോൾക്ക് വയറുവേദന. ഞാൻ ഇഞ്ചിനീര് കൊടുക്കാൻ വന്നതാണ്, പാർവതി പറഞ്ഞു. വയറുവേദനയോ? ഗ്യാസിൻ്റെ ആവും. വളരെ നിസ്സാരമായി അവനത് പറഞ്ഞപ്പോൾ ആർദ്ര ദേഷ്യത്തിൽ പിറുപിറുത്തു. ഒന്ന് മൂളിക്കൊണ്ട് പാർവതി പുറത്തേക്ക് പോയപ്പോൾ മാധവ് ബെഡിനരികിലേക്ക് വന്നു. എങ്ങനെയുണ്ട്? കുറവായോ? റിസ്റ്റ് വാച്ച് ഊരി ടേബിളിൽ വെക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. അവൾ ഒന്ന് അമർത്തി മൂളി. ആ. മാധവ് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് നടന്നു. അവൻ മൈൻഡ് ചെയ്യാതായപ്പോൾ അവളുടെ ഉള്ളം പുകഞ്ഞു. ഞാൻ മരിച്ചാൽ പോലും മാധവേട്ടന് യാതൊരു കുഴപ്പവുമില്ല. അവൾക്ക് ദേഷ്യവും നിരാശയും ഒരേപോലെ തോന്നി. മാധവ് കുളിക്കുകയാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൾ ഫോണെടുത്ത് കാവ്യയെ വിളിച്ചു. ഇടി, മിക്കവാറും ഞാൻ ഇന്ന് രാത്രി തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകും. എന്തെങ്കിലും ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞ് അത് തിങ്കളാഴ്ച വരെ നീട്ടണം. അതൊന്ന് നീ ചേച്ചിയോട് പറഞ്ഞേക്ക്, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അങ്ങേ തലയ്ക്കിൽ നിന്നും അത്ര താല്പര്യമില്ലാത്തൊരു മൂളലായിരുന്നു മറുപടി. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ ആ താല്പര്യക്കുറവ് കൃത്യമായി ആർദ്ര മനസ്സിലാക്കി. ഒന്നുമില്ല, അത്രയും പറഞ്ഞുകൊണ്ട് കാവ്യ കോള് കട്ട് ചെയ്തു. ഓ, അവളുടെ ചേച്ചി ഡോക്ടറായതിൻ്റെ അഹങ്കാരം. പിറുപിറുത്തുകൊണ്ട് ആർദ്ര കമിഴ്ന്നു കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മാധവ് കുളി കഴിഞ്ഞു വരികയും അവൾക്കരികിലായി കിടക്കുകയും ചെയ്തു. സമയം പതിയെ ഇഴഞ്ഞു നീങ്ങി. ഇരുണ്ട വെളിച്ചത്തിൽ ആർദ്ര മാധവനെ ശ്രദ്ധിച്ചു. അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞതും ആർദ്ര മൂളാനും ഞെരുങ്ങാനും തുടങ്ങി. അവനത് ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. മാധവേട്ടാ! വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ മാധവിനെ വിളിച്ചു. അവളുടെ വിളി കേട്ടതും അവൻ തിരിഞ്ഞു. അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. വയറ് വല്ലാതെ വേദനിക്കുന്നു. തൻ്റെ അഭിനയ പാടവം മുഴുവനും പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു. വേദനയിൽ എന്ന പോലെ അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. മാധവ് ആർദ്രയുമായി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. പാർവതി കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും ആർദ്ര അത് വേണ്ടെന്ന് പറഞ്ഞു. കാരണം പാർവതിയും കൂടെ വന്ന ചിലപ്പോൾ പാർവതിയെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് മാധവ് തിരികെ മേലിടത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവൾ പറഞ്ഞ പ്രകാരം അല്പം ദൂരത്താണെങ്കിൽ പോലും ആശ്രയ ഹോസ്പിറ്റലിലേക്കാണ് അവർ പോയത്. ഹോസ്പിറ്റലിലെത്തിയ ആർദ്രയെ ഉടനെ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ ഡ്യൂട്ടി ഡോക്ടർ കാവ്യയുടെ ചേച്ചി ദിവ്യ ആയിരുന്നു. ആർദ്രയുടെ പ്ലാൻ അറിയാവുന്ന ദിവ്യ ആർദ്രയെ അഡ്മിറ്റ് ചെയ്യുകയും ബ്ലഡ് ടെസ്റ്റിനായി അയക്കുകയും ചെയ്തു. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ മാധവ് കാഷ്വാലിറ്റിക്ക് പുറത്ത് പരിഭ്രാന്തനായി നിന്നു. ആശ്രയ ഹോസ്പിറ്റലിലെ വിജനമായ കോറിഡോർ. അവിടെ കടന്നുപോയ ഓരോ പടി മാധവിൻ്റെ മനസ്സിൽ അന്യമായ വികാരങ്ങളെ ഉണർത്തിയിരിക്കുന്നു. തൻ്റെ ഓർമ്മയിൽ സഞ്ചരിച്ചിരുന്ന പാതകൾ അനുസ്മരിക്കുന്ന പോലെ ഓരോ ചുവടും അവനുള്ളിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് പോലെ. മാധവിൻ്റെ ഹൃദയം ഒരുപടി കൂടി മുന്നിൽ പിടച്ചുകൊണ്ടിരുന്നു. അതിന് കാരണം എന്താണെന്ന് അവനറിയില്ല. ആശ്രയ ഹോസ്പിറ്റലിലെ ന്യൂനാത്മകമായ സന്നദ്ധ സേവനങ്ങൾ എന്ന ചിഹ്നം പതിഞ്ഞ ഹാളിലെ ഒരു കോണിൽ നിൽക്കുകയായിരുന്നു മാധവ്. ആർദ്ര അപ്പോഴും കാഷ്വാലിറ്റിയിലാണ്. പെട്ടെന്നാണ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ വിതുമ്പിയുള്ള കരച്ചിൽ കേട്ട് മാധവ് തലചിരിച്ച് നോക്കിയത്. ഒരു നിമിഷം അവൻ നിശ്ചലമായി പോയി. അതെ, തീർത്ത. അന്ന് കണ്ട കുഞ്ഞി പെൺകുട്ടിയുടെ കൈയും പിടിച്ച് അവൾക്ക് കാഷ്വാലിറ്റിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അവളെ കണ്ടപ്പോഴേക്കും മാധവിൻ്റെ ഓർമ്മയിൽ വലിയൊരു ക്ലേശം നിറഞ്ഞു. അവൾ എങ്ങനെ ഇത്ര കൃത്യമായി തൻ്റെ അരികിലേക്ക് തന്നെ വന്നു ചേരുന്നു എന്നോർത്ത് അവന് വല്ലാത്ത അത്ഭുതം തോന്നി.
തീർത്ത? മാധവ് സ്വല്പം ആശ്ചര്യത്തോടെ അവൾക്കരികിലേക്ക് ചെന്നു. അപ്രതീക്ഷിതമായി അവിടെ വെച്ച് മാധവിനെ കണ്ടപ്പോൾ തീർത്ത പരിഭ്രമിച്ചു. ശിവുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ മിഴികൾ താഴ്ത്തി. മാധവിന് മുന്നിൽ തീർത്തയുടെ ഹൃദയം വേദനയോടെ പിടഞ്ഞു. എന്താ എന്താ ഇവിടെ? കണ്ണുനീർ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ശിവുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാധവി ചോദിച്ചു. ചെവിവേദന. വേദനയ്ക്കിടയിലും മാധവിനെ കണ്ട സന്തോഷത്തിൽ ശിവു പറഞ്ഞു. ആണോ? എന്നിട്ട് ഡോക്ടറെ കണ്ടോ? കുഞ്ഞിൻ്റെ കവിളിൽ തഴുകിക്കൊണ്ടവൻ ചോദിച്ചു. ഇല്ല. ശിവു തല വെട്ടിച്ചു. എന്നാ വേഗം ചെല്ല്, ഡ്യൂട്ടി ഡോക്ടറുണ്ട്. അവനത് പറഞ്ഞപ്പോൾ തീർത്ത ശിവുവിനെയും കൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് നടന്നു. അപ്പോഴും അവൾ മുഖമുയർത്തുകയോ അവനെ ഒന്ന് നോക്കുകയോ ചെയ്തില്ല. ഒരു നോട്ടം കൊണ്ടുപോലും മറ്റൊരുവളുടെ ഭർത്താവിനെ ആഗ്രഹിക്കരുതെന്ന് അവൾ മനസ്സിൽ ശപഥം ചെയ്തിരുന്നു. എന്നാലും ഇവളും താനുമായുള്ള ബന്ധം എന്താണ്? എവിടെ പോയാലും ഇവളെ മാത്രം കാണുന്നത് എന്താണ്? ആരോട് ചോദിച്ചാലാണ് സത്യമെല്ലാം അറിയാൻ കഴിയുക? ആരാണ് പറയുക? അപൂർണമായ തൻ്റെ ഓർമ്മകൾ തൻ്റെ മനസ്സിന് ഇത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ഓർമ്മകളുടെ ഭംഗിയായ തികഞ്ഞ ചിന്തകളെ തുറന്ന വാതിൽ മറഞ്ഞുപോയി. തീർത്ത തനിക്ക് ആരായിരുന്നു? മാധവിൻ്റെ ചിന്തയിലെ കാട്ടുതീ. മനസ്സിൽ തീർത്തയുടെ മുഖം വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഓർമ്മകളുടെ പൊടിപടലങ്ങളിൽ നിന്നുയർന്ന ചില കാഴ്ചകൾ. മേലെടുത്തെ കുടുംബക്ഷേത്രം, നേരിയത് ചുറ്റി നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന തീർത്ത, അവളുടെ മാറിൽ പതിഞ്ഞു കിടക്കുന്ന മാധവ് എന്നെഴുതിയ ആലിലത്താലി, പിന്നെ അവളെ തലോടുന്നത്, അവളുടെ ചിരി. മാധവി ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. താനിപ്പോൾ ഹോസ്പിറ്റൽ കോറിഡോറിലാണെന്ന് മനസ്സിലായപ്പോൾ, താൻ അറിയാതെ മയങ്ങിപ്പോയപ്പോൾ കണ്ട സ്വപ്നമാണ് അത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ദീർഘമായി നിശ്വസിച്ചു. എങ്കിലും മാധവൻ്റെ ഉള്ളിൽ ശക്തമായ എന്തോ ഉണരാൻ തുടങ്ങി. തീർത്തയെന്ന പേര്, ആ മുഖം, ആ കണ്ണുകൾ എല്ലാം ഒരിക്കൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ശക്തമായൊരു തോന്നൽ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇതേ സമയം മാധവൻ്റെ ഓർമ്മകളിൽ ഉരുകുകയായിരുന്നു തീർത്ത. പ്രതിസന്ധികൾ മറികടന്ന് അദ്ദേഹം തന്നിലേക്ക് തിരിച്ചു വരുന്നത് പോലെ അങ്ങനെയൊരു തോന്നൽ അവൾക്കുള്ളിലുണ്ടായി. എങ്കിലും തനിക്കിനി അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിയില്ലല്ലോ എന്ന നിരാശയും അവളെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം മറ്റൊരാളുടെ ഭർത്താവാണ്. തീർത്തയിൽ നിന്നും ദീർഘനിശ്വാസമുതിർന്നു. മടിയിൽ തലചായ്ച്ച് കിടക്കുന്ന ശിവുവിൻ്റെ മുടിയിൽ അവൾ മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു. പുറത്തേക്കുള്ള ജാലകത്തിലൂടെ കടന്നു വന്ന കാറ്റിൽ തീർത്തയുടെ മുടിയിഴകൾ പറന്നു. അവളത് ചെവിക്ക് പിറകിൽ ഒതുക്കി വെച്ചു. ആകാശത്തൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞപ്പോൾ അവൾ ശിവുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചൂട് പൊള്ളുന്ന ഭൂമിക്ക് ആശ്വാസം പകരുന്നത് പോലെ ഓരോ തുള്ളിയും ഇറ്റു വീഴുമ്പോൾ ആ തുള്ളികൾ ഓരോന്നും തീർത്തയുടെ ഉള്ളിൽ വീണു പതിയുന്നത് പഴയകാല നിമിഷങ്ങളായിരുന്നു. ശിവു കിടക്കയിൽ ഉറങ്ങിപ്പോയിരുന്നു. അവളുടെ ചെറുശ്വാസം മാത്രം ശബ്ദമായി കേട്ടു. തീർത്ത അവളുടെ മുടിയിൽ കുനിഞ്ഞു തഴുകിയപ്പോൾ മനസ്സിനെയും കവളിൽ ഉരുണ്ടു നിൽക്കുന്ന കണ്ണുനീരിനെയും പോലെ ശക്തമായ ഓർമ്മകൾക്ക് വേദനയുടെ രസതന്ത്രം പകർന്നു വെച്ചിരുന്നു. വേദനയുടെ ചൂളയിൽ അവൾ ഉരുകി. മാധവ്. അവളുടെ ചിന്തയിലലിഞ്ഞ മനസ്സിൽ എപ്പോഴോ വീണ്ടും ഉരുത്തിരിഞ്ഞത് ആ പേരായിരുന്നു. അതേസമയം കോറിഡോറിലെ തണുത്തുറഞ്ഞ കസേരയിൽ ഇരിക്കുകയായിരുന്ന മാധവ് കാഷ്വാലിറ്റിയുടെ വാതിലിലേക്ക് നോക്കി. അകത്തേക്ക് കയറിയപ്പോൾ തീർത്തയോ ശിവുവോ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് അവൻ ഓർത്തു. തൻ്റെ ഭാര്യയാണ് അകത്ത് വയ്യാതെ കിടക്കുന്നത്. എന്നിട്ടും തൻ്റെ ചിന്തകളിൽ ആ പെൺകുട്ടി മാത്രം കടന്നു വരുന്നതെന്താ? ആരാണവൾ? എന്തിനാണ് ഈ മനസ്സിൻ്റെ പൊള്ളൽ? ഉത്തരം കിട്ടാത്ത 1000 സമസ്യകൾ അവൻ്റെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു. മാധവ് കൂടുതൽ നിരാശയിലേക്ക് കൂപ്പുകുത്തി. ചിന്താഭാരത്തോടെ മാധവ് കാഷ്വാലിറ്റിയിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ദിവ്യ പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടത്. ഉടനെ അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്നു. ഡോക്ടർ, ഞാൻ ആർദ്രയുടെ ഹസ്ബൻഡാണ്. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൻ ദിവ്യയോട് ചോദിച്ചു. ഷീ ഈസ് ഓൾ റൈറ്റ്. നമ്മൾ ചില പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഒന്നും സീരിയസ് അല്ല. ഗ്യാസ്ട്രൈറ്റിസ് പോലെയാണ്. എന്നാലും നമുക്ക് രാവിലെ ഒരു സ്കാൻ ചെയ്തിട്ടേ പറയാനാകൂ. സ്റ്റെതസ്കോപ്പിൽ പിടിച്ചുകൊണ്ട് ദിവ്യ പറഞ്ഞു. ശരി ഡോക്ടർ. ദിവ്യയുടെ പ്രതികരണത്തിൽ മാധവിന് ഒരല്പം ആശ്വാസം ലഭിച്ചുവെങ്കിലും തീർത്തയെ കണ്ട ശേഷം അവൻ്റെ മനസ്സിലുണ്ടായ അശാന്തിയെ മറികടക്കാൻ കഴിഞ്ഞില്ല. ദിവ്യ തിരിയാൻ പോകവേ മാധവ് വീണ്ടും ചോദിച്ചു. ഡോക്ടർ, ഒരു മിനിറ്റ്. ഇന്നലെ രാത്രി ഇവിടെ ഒരു ചെറിയ കുട്ടിയെ കണ്ടിരുന്നു. ആ കുട്ടിക്ക് ചെവിവേദനയായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? മാധവി ചോദിച്ചു. തീർത്തയുടെ കാര്യമാണോ ഇയാൾ ചോദിക്കുന്നത് എന്നൊരു സംശയം ദിവ്യയ്ക്കുണ്ടായി. കാരണം കാവ്യ പറഞ്ഞ് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം അറിയാമായിരുന്നു. തീർത്തയാണോ? ദിവ്യ സംശയത്തോടെ ചോദിച്ചു. മാധവിൻ്റെ ഓർമ്മകൾ തിരിച്ചു വന്ന എന്നൊരു സംശയം അവൾക്ക് തോന്നി. ആ അതെ. അവൻ്റെ കണ്ണുകൾ അസാധാരണമാകും വിധം തിളങ്ങി.
അവളെ നിങ്ങൾക്കറിയാമോ? ദിവ്യ ചോദിച്ചു. അത്യന്തം ശ്രദ്ധയോടെ. പരിചയമുണ്ട്. അവനിൽ നിന്നും നെടുവീർപ്പുതിർന്നു. ദിവ്യയുടെ മുഖത്ത് സംശയത്തിൻ്റെ കരിനിഴൽ. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? മാധവ് വീണ്ടും ചോദിച്ചു. അഡ്മിറ്റാണ്. ENT വരുന്നതേയുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അപ്പോഴും മാധവിൻ്റെ ഓർമ്മയുടെ ആഴങ്ങളിൽ നിന്നും തീർത്ഥയുടെ മുഖം തെളിഞ്ഞു വന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഡോക്ടർ ദിവ്യ. അമ്മ ഇത് എന്താ പറയുന്നത്? ആർദ്ര എന്തിനാ വയറുവേദന അഭിനയിക്കുന്നത്? അതുകൊണ്ട് അവൾക്ക് എന്താണ് ഗുണം? ചിന്നു പുരികം ചുളിച്ചുകൊണ്ട് അമ്മയെ നോക്കി. അവളുടെ കുരുട്ടുബുദ്ധി നിനക്ക് അറിയാഞ്ഞിട്ടാണ്. നാളത്തെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുക്കുന്നതിനിടയിൽ ജാനകി ഈർഷ്യയോടെ പറഞ്ഞു. അമ്മ വെറുതെ ഓരോന്ന് പറയണ്ട. അമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യം എനിക്കറിയാം. ചിന്നു ചുണ്ടുകൂട്ടി. എനിക്ക് അവളോട് ദേഷ്യമുണ്ട്. അത് അവളുടെ കയ്യിലിരിപ്പിൻ്റെയാണ്. നിന്റെ പെണ്ണ് കാണലിന് മാധവ് ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് അവൾക്ക് നിർബന്ധമുണ്ട്. അതിനുള്ള പ്ലാനാണ് ഇതൊക്കെ. താഴെ വീണ ഉരുളക്കിഴങ്ങ് കുനിഞ്ഞെടുത്തുകൊണ്ട് ജാനകി പറഞ്ഞു. പിന്നെ അമ്മ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാണ്. മാധവേട്ടൻ എൻ്റെ പെണ്ണു കാണലിന് ഉണ്ടായാൽ അവൾക്കെന്താ പ്രശ്നം? ചിന്നു അമ്മയെ പരിഹാസപൂർവ്വം നോക്കി. ഇവിടെ ഉണ്ടായ പുകിലൊന്നും അറിയാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്? അതും പറഞ്ഞുകൊണ്ട് ജാനകി കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങൾ ചിന്നുവിനോട് പറഞ്ഞു. ജാനകി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പാർവതി അങ്ങോട്ട് വന്നത്. അവർ വന്ന് ചിന്നുവിൻ്റെ അരികിലിരുന്നു. നീ വെറുതെ ഇവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കേണ്ട ജാനകി. അത് ആർദ്രമോള് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാകും. നീ വെറുതെ അത് വളച്ചൊടിക്കാൻ നോക്കണ്ട, പാർവതി പറഞ്ഞു. ഞാനൊന്നും വളച്ചൊടിക്കാനോ ആരെയും തമ്മിൽ തെറ്റിക്കാനോ നോക്കുന്നില്ല. അനുഭവത്തിൽ വരുമ്പോൾ എല്ലാവരും പഠിക്കും. അതിന് അധികം നാൾ വേണ്ടി വരില്ല. അതും പറഞ്ഞുകൊണ്ട് ജാനകി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. പിന്നെ ഒരു കാര്യം. അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയ ജാനകി തിരിഞ്ഞു നിന്നു. തീർത്തയല്ല ആർദ്ര, അതാരും മറക്കണ്ട. ഇരുവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ജാനകി തിരിഞ്ഞു നടന്നു. പാർവതിയുടെ മുഖമിരുണ്ടു. ജാനകിയോട് എങ്ങനെ പറഞ്ഞെങ്കിലും ആർദ്രയുടെ സ്വഭാവത്തിലെ മാറ്റം പാർവതിയെയും അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അതാരോടും പറയാനാകാത്ത വിധം അവർ നിസ്സഹായയായിരുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൻ്റെ വലിയ വെന്റിലേറ്റർ എൻട്രൻസിന് സമീപം തീർത്ത ശാന്തമായ ചിന്തയിൽ മറഞ്ഞിരുന്നു. ENTയെ കണ്ടതിന് ശേഷം ഷിവുവിനെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് 5 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവളെ അലട്ടി. 2 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഡേറ്റ് നീട്ടി ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ജോലി നഷ്ടമാവോ? അവൾ നഖം കടിച്ചു. അപ്പോഴാണ് മിന്നായം പോലെ മാധവ് കോറിഡോറിലൂടെ കടന്നു പോകുന്നത് അവൾ കണ്ടത്. തീർത്ത വേഗം തന്നെ മുഖം തിരിച്ചു നിന്നു. വീണ്ടും അവനെയോ അവൻ്റെ ചോദ്യങ്ങളെയോ നേരിടാൻ തനിക്കാവില്ല. ചിലപ്പോൾ താൻ എല്ലാം പറഞ്ഞു പോകും. വേണ്ട, ഒന്നും വേണ്ട. അവൾ നെടുതായി നിശ്വസിച്ചു. മാധവ് ആർദ്രയുടെ റൂമിലേക്ക് ചെന്നു. അവൾ ഫോണിൽ എന്തോ വീഡിയോ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. റൂമിലേക്ക് കയറി വന്ന മാധവിനെ കണ്ടതും അവൾ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് മുഖത്ത് വേദനയുടെ മൂടുപടം എടുത്തണിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ? അവൾക്കരികിൽ ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. കുറവുണ്ട്. അവൾ വേദനയിലെന്ന പോലെ നെറ്റി ചുളിച്ചു. പിന്നെ അവൻ്റെ കയ്യിൽ പിടിച്ചു. മാധവുമല്ലേ ആ കയ്യിൽ തഴുകി. അമ്മ എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ. മാധവ് അരികിലിരിക്കുന്ന ബോട്ടിൽ പൊട്ടിച്ച് ഒരു കവിൾ വെള്ളം കുടിച്ചു. അത് വേണ്ട, ഇവിടെ മാധവേട്ടൻ തന്നെ നിന്നാ മതി. എന്തെങ്കിലും ആവശ്യത്തിന് ലാബിലൊക്കെ പോവേണ്ടി വന്നാൽ ആൻറ്റിക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? ആർദ്ര പറഞ്ഞു. ഇവിടെ അങ്ങനെ ലാബിൽ പോവേണ്ട ആവശ്യമൊന്നും വരില്ല. എല്ലാം റൂമിൽ വന്ന് ചെയ്യും. പിന്നെ എനിക്കൊന്ന് ഫ്രഷ് ആവണം. അതുകൊണ്ടാണ്. മാധവ് പറഞ്ഞത് കേട്ട് തൻ്റെ പ്ലാനുകൾ പാളിപ്പോകുമോ എന്ന ടെൻഷനിലായിരുന്നു ആർദ്ര. അവനെ വിടാതിരിക്കാനായി ശക്തമായ ഒരു കാരണത്തിനായി അവൾ ആലോചിച്ചു. പെട്ടെന്നാണ് മാധവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് അവൻ സ്ക്രീനിലേക്ക് നോക്കി. ഓഫീസിൽ നിന്നാണ്. ഞാനിപ്പോൾ വരാം. മാധവ് ഫോണുമായി പുറത്തേക്ക് നടന്നു. അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയതും വാതിൽ അടയാൻ നേരം ഒരു മിന്നായം പോലെ തീർത്ത് നടന്നു പോകുന്നത് കണ്ട് ആർദ്ര പകച്ചുപോയി.